പീച്ചി പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിൽ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് മുൻ DGP അയച്ച കത്ത് പുറത്ത്. മർദ്ദന ദൃശ്യങ്ങൾ ഉപയോഗിച്ച് പോലീസിന്റെ പ്രതിച്ഛായ മോശമാക്കിയേക്കാമെന്ന് കത്തിൽ പറയുന്നു. പീച്ചി സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ വിവരാവകാശ പ്രകാരം നൽകിയതാണെന്നും ഉദ്യോഗസ്ഥർ ജാഗ്രത പാലിക്കണമെന്നും കത്തിൽ പറയുന്നു. ഷെയ്ഖ് ദർവേഷ് സാഹിബ് സംസ്ഥാന പോലീസ് മേധാവിയായിരിക്കെയാണ് കത്തയച്ചത്. സിജോ വി ജോൺ ചേർന്നു. സിജോ, എന്തൊക്കെയാണ് കത്തിൽ ഉള്ളത്? ഈ പീച്ചിയിൽ ആ ഹോട്ടലിൽ ഒരു അക്രമ സംഭവം ഉണ്ടാവുന്നു. അതിന് പിന്നാലെ ഈ സംഭവത്തിൽ കസ്റ്റഡിയിലായിട്ടുള്ള ആളുകൾ സ്റ്റേഷനിൽ കൊണ്ടുവന്നു. അവരെ മർദ്ദിച്ചു എന്ന പരാതിയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് CCTV ദൃശ്യങ്ങൾ ചോദിച്ചിരുന്നു. അത് ആദ്യഘട്ടത്തിൽ നൽകിയില്ല എന്നെങ്കിലും പിന്നീട് വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം ഇത്തരത്തിൽ ദൃശ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് പോലീസിനെ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവും. ജാഗ്രത പാലിക്കണം എന്നുള്ള ഒരു കാര്യമാണ് ഈ കത്തിൽ വ്യക്തമാക്കുന്നത്. നമുക്ക് പ്രത്യക്ഷമായി നോക്കുമ്പോൾ, ഈ കത്തിൽ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ സംസ്ഥാന പോലീസ് മേധാവി അങ്ങനെ ജില്ലാ പോലീസ് മേധാവിമാർക്ക് ഇങ്ങനെ കത്തയക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് തോന്നും. പക്ഷേ ഇതിന് പിന്നിൽ നമ്മൾ മറ്റൊരു കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. വളരെ സുതാര്യമായും പ്രവർത്തിക്കുന്ന അല്ല ജനമൈത്രി പോലീസാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ CCTV ദൃശ്യങ്ങൾ പോയാൽ എന്താണ് കുഴപ്പം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പൊതു സ്ഥലമാണ്, അല്ലെങ്കിൽ പൊതുജനങ്ങൾ കൂടി കയറി ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അവിടെ പോകുന്ന ദൃശ്യങ്ങൾ എന്തെങ്കിലും പുറത്തു പോയാൽ എന്താണ് കുഴപ്പം? അതാണ് ഇതിൽ നമുക്ക് കൃത്യം മനസ്സിലാവുന്നത്. ഇവിടെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നിങ്ങളുടെ മുന്നിൽ ക്യാമറയുണ്ട്. ആ ക്യാമറയിലെ ദൃശ്യങ്ങൾ നേരത്തെ പോലെയല്ല, ഇനി നമുക്ക് പുറത്തു കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് ചെയ്യണമെന്ന് പറയാതെ പറയുന്നതാണ് ഈ കത്ത് എന്നുള്ള ഒരു യാതൊരു സംശയമില്ല. അത് തന്നെയാണ് ഈ കത്തിലുള്ള കണ്ടന്റുകൾ വ്യക്തമാകുകയും ചെയ്യുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത്, പോലീസിനെ നയിക്കുന്ന ആളുകളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഇരകൾക്കൊപ്പമാണോ അതോ വേട്ടക്കാർക്കൊപ്പമാണോ എന്നുള്ളതാണ്. ഇരകൾക്കൊപ്പമാണോ എന്ന് പോലീസ് പറയുകയും വേട്ടക്കാർക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്ന സമീപനമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വളരെ വ്യക്തമാകുകയും ചെയ്യുന്നത്. എന്തിനാണ് സംസ്ഥാന പോലീസ് മേധാവി, നിലവിലെ പോലീസ് മേധാവിയല്ല, മുൻ സംസ്ഥാന പോലീസ് മേധാവിയാണ് ഇത്തരത്തിലൊരു കത്ത് അയച്ചിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ പുറത്തു പോയാൽ എന്തിന് പോലീസ് പേടിക്കണം, എന്തിനാണ് ഇങ്ങനെ സംശയിക്കേണ്ടത്, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിന് സംശയിക്കേണ്ടതുള്ള? അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ നമ്മുടെ കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നുണ്ട് എന്നുള്ള കൃത്യമായ വിവരങ്ങളുണ്ട്. അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്പം സൂക്ഷിക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഈ കത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും അതൊരു ഇരട്ടത്താപ്പാണ് പോലീസിന്റെ നടപടി എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല.